ഇടുക്കി ജില്ലയിൽ രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തിയ ജില്ലാ ഭരണകൂടത്തിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാത്രികാല യാത്രാ നിരോധനം ഹോട്ടൽ റിസോർട്ട് അടക്കമുള്ള വ്യാപാര മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് വ്യാപാരി സംഘടന വ്യക്തമാക്കി. കൂടിയാലോചനകളും വിലയിരുത്തലുകളും ഇല്ലാതെയാണ് ജില്ലാ ഭരണകൂടം രാത്രികാല യാത്രാ നിരോധനം ഏർപ്പെടുത്തുന്നതെന്നും വ്യാപാര സംഘടനാ നേതൃത്വം കുറ്റപ്പെടുത്തി. മഴ മുന്നറിയിപ്പുകൾ നിലനിൽക്കുകയും മഴ തുടരുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു ജില്ലാ ഭരണകൂടം കഴിഞ്ഞ ദിവസം ജില്ലയിൽ രാത്രികാല യാത്രാ നിരോധനം ഏർപ്പെടുത്തിയത്. എന്നാൽ ശക്തമായും തുടർച്ചയായും മഴ പെയ്യാത്ത സാഹചര്യത്തിൽ അടിക്കടി ഏർപ്പെടുത്തുന്ന രാത്രികാല യാത്രാ നിരോധനം ടൂറിസം വ്യാപാര മേഖലയെ തകർക്കുന്നുവെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആരോപണം. ഈ സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടത്തിനെതിരെ വിമർശനവുമായി സംഘടനാ നേതൃത്വം രംഗത്തെത്തിയത്. രാത്രികാല യാത്രാ നിരോധനം ഹോട്ടൽ റിസോർട്ട് അടക്കമുള്ള വ്യാപാര മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിയിൽ മൂന്നാറിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാത്രി യാത്ര നിരോധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ 7 മണിക്ക് ശേഷം ഹൈറേഞ്ചിലെ ഒരു മേഖലകളിലേക്കും വാഹനങ്ങൾ പോകാൻ പാടില്ല എന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞാൽ ഏതെങ്കിലും വാഹനങ്ങൾ യാദൃച്ഛികമായി ഈ മേഖലയിലൂടെ കടന്നു പോയാൽ അങ്ങത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വാഹനം അപകടത്തിൽപ്പെട്ടാൽ ഇൻഷുറൻസ് കമ്പനിക്ക് പോലും ക്ലെയിം കൊടുക്കത്തില്ല. കാരണം ജില്ലാ കളക്ടർ നിരോധിച്ച സ്ഥലത്ത് യാത്ര ചെയ്താൽ എങ്ങനെ ഇൻഷുറൻസ് ക്ലെയിം കിട്ടും? ഇത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൂടിയാലോചനകളും വിലയിരുത്തലുകളും ഇല്ലാതെയാണ് ജില്ലാ ഭരണകൂടം രാത്രികാല യാത്രാ നിരോധനം ഏർപ്പെടുത്തുന്നതെന്നും വ്യാപാരി സംഘടന നേതൃത്വം കുറ്റപ്പെടുത്തി. MLA അടക്കമുള്ള ജനപ്രതിനിധികളോട് ആലോചനയെടുക്കാതെയാണ് ജില്ലാ ഭരണകൂടം തോന്നും വിധം രാത്രികാല നിരോധനം ഏർപ്പെടുത്തുന്നത്. രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തി ഇടുക്കി ജില്ലയിലെ ടൂറിസം ഇല്ലാതാക്കി ചില ഏജൻസികളെ സഹായിക്കാൻ ജില്ലാ ഭരണകൂടം ശ്രമിക്കുന്നതായി സംശയിക്കുന്നുവെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ നേതൃത്വം ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.